ഈ നാട്ടിലെ പ്രായമുള്ളവരെ, യുവാക്കളെ, എന്റെ സഹോദരിമാരെ, ചോദിക്കുക, നിങ്ങൾ സ്വന്തത്തോട് ചോദിക്കുക, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ അതിന്റെ അർത്ഥം അറിയുമോ? നമുക്കതിന്റെ ആശയം അറിയുമോ? ചിന്തിക്കേണ്ടതില്ലേ? സ്വന്തത്തോട് ചോദിക്കേണ്ടതില്ലേ? ദീനിലെ ഒന്നാമത്തെ കാര്യം ഞാൻ പഠിച്ചിട്ടുണ്ടോ? അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? അറിയേണ്ടതില്ലേ? നമ്മൾ പഠിക്കേണ്ടതില്ലേ? ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദീനിൽ അതിന് പറയുക തൗഹീദ് എന്നാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് എന്റെ സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? പണ്ഡിതന്മാർ പറഞ്ഞു, മുൻഗാമികളായ ഉലമാക്കൾ മുതൽ ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ ആവർത്തിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നാണ്. അല്ലാഹു അല്ലാതെ ഇബാദത്തുകൾക്ക്, ആരാധനകൾക്ക് അർഹനായി ഒരാളും തന്നെയില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹു അല്ലാതെ ഇബാദത്തുകൾക്ക്, ആരാധനകൾക്ക് അർഹതയുള്ളവനായി ഒരാളും തന്നെയില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. അത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഇബാദത്തുകളിൽ നിന്ന് യാതൊരു പങ്കും അല്ലാഹു അല്ലാത്ത ഒരാൾക്കും അവൻ നൽകാൻ പാടില്ല. ഉദാഹരണം പറയട്ടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അതു തന്നെയാകുന്നു ആരാധന. പ്രാർത്ഥന അതു തന്നെയാകുന്നു ഇബാദത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന ഒരു മുസ്ലിം അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലാഹു അല്ലാത്തവരോട് അവൻ പ്രാർത്ഥിച്ചാൽ അവൻ മുസ്ലിമല്ല. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അതിന്റെ നടുക്ക് വെട്ടിയിരിക്കുന്നു. ആ കലിമത്തിന് അവൻ തകർത്ത് കളഞ്ഞിരിക്കുന്നു. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? നീ അത് പറയേണ്ടതുണ്ടോ നമുക്ക്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ എന്നെ നീ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ. പ്രാർത്ഥനയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ എനിക്കിതാ രോഗം ബാധിച്ചിരിക്കുന്നു, നീ ഏറ്റവും അധികം കരുണ ചൊരിയുന്നവനാണ്, എന്റെ രോഗം മാറ്റിത്തരണേ എന്നാണ് അതിന്റെ അർത്ഥം. അത് പ്രാർത്ഥനയാണ്. സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന് കുഞ്ഞുണ്ടായില്ല. അദ്ദേഹത്തിന് പ്രായം ഇതാ ധാരാളമായി അധികരിച്ചിരിക്കുന്നു, നര വന്നിരിക്കുന്നു, ശരീരം ദുർബലമാകാൻ തുടങ്ങിയിരിക്കുന്നു. സൂറത്തു മറിയമിൽ അല്ലാഹു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാഫ് ഹാ യാ ഐൻ സാദ്, ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. പ്രാർത്ഥനയാണത്. സക്കറിയ നബി പറയുന്നു, റബ്ബേ എന്റെ മുടിയിത നരച്ചിരിക്കുന്നു, എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു, അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞില്ല, ഒരു കുഞ്ഞിനെ തരണം. അത് പ്രാർത്ഥനയാണ്. ഈ പറഞ്ഞ പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അതിനെ അവൻ തകർത്ത് കളഞ്ഞിരിക്കുന്നു. അവനെ എത്ര തവണ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാലും. ഒരാൾ പറയാണ്, അല്ലാഹുവേ എനിക്ക് കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞാൽ, അല്ലാഹു എനിക്ക് കുഞ്ഞില്ല, അതുകൊണ്ട് റബ്ബേ എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ദുആ ആണ്, അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇബാദത്താണ്. ഒരാൾ പറയുകയാണ്, മുഹയ്യിദ്ദീൻ ശൈഖേ എനിക്ക് കുഞ്ഞുണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞാൽ അത് മുഹയ്യിദ്ദീൻ ശൈഖിനുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നടത്തുന്നതോടുകൂടി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പറയുന്നത് കേൾക്കുമ്പോ പ്രയാസം തോന്നും, പക്ഷെ അതാണ് യാഥാർത്ഥ്യം. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദുഃഖമുണ്ടായാലും നിങ്ങൾക്ക് വേദനയുണ്ടായാലും അതാണ് യാഥാർത്ഥ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവൻ അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല.